അങ്ങനെ നമുക്ക് 7,100 ആണ് ടോട്ടൽ ബില്ല് വന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ റെയർ ഷോക്ക് മാറുകയാണ്. 2024 സ്പോക്ക് വീൽ എഡിഷൻ, അതായത് റെയർ അഡ്ജസ്റ്റബിൾ വരുന്ന ഷോക്കാണ് മാറുന്നത്. KTMനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു റാലി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ എവിടെയും റാലി എന്ന് കണ്ടിട്ടില്ല. മേ ബി എൻ്റെ അറിയില്ലായ്മയായിരിക്കാം. സ്റ്റോക്ക് ഷോക്കിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വണ്ടി നമ്മൾ നേരെ പിടിക്കുന്നു. ലോഡ് കൊടുക്കും തോറും റീബൗണ്ട് കാര്യമായിട്ട് ഒന്നുമില്ല. അടി മൊത്തം കിട്ടുന്നത് നമ്മുടെ നടുവിനാണ്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പോയി മാറേണ്ടത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇലക്ട്രോണിക് സിറ്റി KTMലോട്ടാണ്. ഞാൻ അവർ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7,500 എങ്ങാണ്ടാണ് വരുന്നത്. ഫ്രൈഡേ ഉച്ചയ്ക്ക് 3:30 മണിക്കത്തെ ട്രാഫിക്കാണ് ഈ കാണുന്നത്. ശാന്തമായ റോഡ്. എന്നും ഇങ്ങനെയായിരുന്നു, എന്ത് രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇലക്ട്രോണിക് സിറ്റി KTM ഷോറൂം പിടിക്കാം. അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി KTM എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി ചോദിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഗറാജിൽ കയറ്റി ആദ്യം നമ്മളിരിക്കുന്ന ഷോക്ക് അഴിച്ച് മാറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഷോക്ക് വരുന്നത്. ഇത് പഴയതാണ്. ഹൈറ്റ് ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ അത് പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്തിറങ്ങി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആനയും ആടിൻ്റെയും വ്യത്യാസമുണ്ട് ഷോക്ക് മാറിക്കഴിഞ്ഞാൽ. ഞാൻ ജസ്റ്റ് വന്ന് കയറി ഇരുന്നതേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഓടിച്ച് നോക്കുമ്പോൾ എന്താണെന്നുള്ളത് ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഷോക്കിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു കേട്ടോ, പുള്ളിക്ക് തെറ്റിപ്പോയതായിരുന്നു. അതിന് 6,500 ആണ് റേറ്റ് വരുന്നത്. നമ്മൾ KTM നിന്ന് മാറിയത് കൊണ്ട് ലേബർ ഓൾമോസ്റ്റ് ഒരു 500 റുപ്പീസ് വന്നു. അങ്ങനെ നമുക്ക് 7,100 ആണ് ടോട്ടൽ ബില്ല് വന്നത്. ഇത് ഞാനൊരു സാധാ റോട്ടിൽ കൂടെ പോകുമ്പോഴും ആ വൈബ്രേഷൻ എനിക്ക് നടുവിന് ശരിക്കും കിട്ടുമായിരുന്നു. വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് ആ വിറയൽ ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല എന്നുള്ളത് സന്തോഷപൂർവ്വം പറയാം. നമുക്കിവിടെ ഒരു ചെറിയൊരു ഓഫ് റോഡ് സ്ട്രെച്ച് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോഴാണ് നമുക്ക് ശരിക്ക് വ്യത്യാസം അറിയാൻ പറ്റുക. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ റോഡ്. നമുക്ക് പതുക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കാം. ഓ യെസ്, ഡെഫിനറ്റ്ലി നല്ല വ്യത്യാസം വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ബാക്കിനെ എടുത്തടിക്കും. അതായത് സൈക്കിളിൽ നമ്മൾ പോകില്ലേ, ഷോക്കില്ലാത്ത സൈക്കിളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എടുത്തടിക്കില്ല, അതേപോലെ എടുത്തടിക്കുമായിരുന്നു. ഞാനിത് ഏറ്റവും സോഫ്റ്റ് സെറ്റിങ്ങിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ആ ഷോക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സ്റ്റോക്ക് കിടന്നിരുന്ന ഷോക്ക് എത്രത്തോളം സ്റ്റിഫ് ആയിരുന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മാറിയ ഷോക്ക് എൻ്റെ ഷോൾഡർ ബാഗിനകത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്കങ്ങോട്ട് ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് ഷോക്ക്. ഇതും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ വഴി കൂടെ ഞാൻ മുന്നേ പോയിക്കൊണ്ടിരുന്നപ്പോൾ. എടുത്തടിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ റയർ ഷോക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞു. ഏകദേശം ഞാനൊരു 1000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. സ്റ്റോക്ക് വന്നിരുന്ന ഷോക്കിൽ പോകുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. പില്ലിനൊക്കെ ആയിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടില്ല. പക്ഷേ സോളോ ആയിട്ട് നമ്മൾ ഹൈവേസിൽ പോയാലും പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ പോയാൽ പറയണ്ട, നടു ഒരു വഴിയാവും. ഹൈവേസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വൈബ്രേഷൻ വന്നിട്ട് നമുക്ക് വൈബ്രേഷൻ കാരണം നമ്മൾ വയ്യാണ്ടായി പോകും. 2024 സ്പോക്ക് വീൽ എഡിഷൻ ഇറങ്ങുന്നത്. സ്പോക്ക് വീൽ എഡിഷനിലാണ് അഡ്ജസ്റ്റബിൾ ഷോക്സ് വന്നത്. സ്പോക്ക് വീൽ എഡിഷൻ ഇറങ്ങുന്നതിന് മുന്നത്തെ മോഡൽ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 2020 to 2024 വരെയുള്ള 390 അഡ്വഞ്ചർ യൂസ് ചെയ്യുന്നവരെല്ലാവരും ഈ അഡ്ജസ്റ്റബിൾ ഷോക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. മാസീവ് ഡിഫറൻസ് ആണ്. അത് നിങ്ങൾ മാറി ആ ഒരു സുഖം നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടും. ഈ വണ്ടി അണ്ടർ വാറണ്ടി ഉള്ളതാണ്. മാർച്ച് 2031 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളതാണ്. ഷോറൂം എന്നോട് പറഞ്ഞു ഞാൻ ഈ ഷോക്ക് മാറുന്ന കാരണം ഷോക്കിന് എനിക്കിനി വാറണ്ടി കിട്ടില്ല എന്നുള്ളത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. കാരണം സ്റ്റോക്ക് വരുന്ന ഷോക്ക് അബ്സോർവർ വെച്ച് ഓടിയിട്ടുണ്ടെങ്കിൽ നടു എപ്പോൾ പൊളിഞ്ഞു പോയി ചോദിച്ചാൽ മതി. ഇപ്പോൾ ഈ ഷോക്ക് വെച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. 5 സ്റ്റെപ്പ് സെറ്റിംഗ് വിധം ഹാർഡിലും സോഫ്റ്റിലും വരുന്നുണ്ട്. ഞാൻ ഏറ്റവും സോഫ്റ്റ് സെറ്റിങ്ങിലായിട്ടിരിക്കണേ. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, പില്ലിയൻ ഒരാൾ ബാക്കി കയറി കഴിഞ്ഞാൽ വണ്ടി കുറേ കൂടി ഒന്ന് ഇരിക്കും. അത് പറയത്തക്ക കാര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം പറഞ്ഞു മാത്രം. അപ്പോൾ അഡ്ജസ്റ്റബിൾ ഷോക്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ 390 അഡ്വഞ്ചറിൻ്റെ ഷോക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.